കഴിഞ്ഞ ദിവസം മേൽമുറി ആലത്തൂർപ്പടിയിലെ ഒരു ബിൽഡിങ്ങിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളിയെ പിടികൂടി എക്സൈസിന് കൈമാറിയെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ സാധിച്ചു. അവിടെ നിന്നും അറിഞ്ഞ സത്യങ്ങൾ നമ്മുടെ ഈ നാട്ടിലും മറ്റു നാട്ടിലുള്ള ആളുകൾക്കും ജനങ്ങൾക്കും താമസക്കാർക്കൊക്കെ ഭീഷണിയാകുന്ന പല അറിവുകളാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. കാരണം കുട്ടികളുടെ ചെറുപ്പത്തിലെ പല ആളുകളും മയക്കുമരുന്നിനും അഡിക്റ്റ് ആകുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്നാണ്. കാരണം അവിടെ ചെന്നാൽ അറിയാം, അവിടെ ചെല്ലുന്ന ആളുകൾ പറഞ്ഞല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല അവിടെ ചെല്ലുന്ന ആളുകളെ കുറിച്ച്. പല കുട്ടികളും അവരുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഫസ്റ്റായി തുടങ്ങിയത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ്. പല രക്ഷിതാക്കളും ഇതറിയുന്നത് ആ കുട്ടി സമനില തെറ്റി ആത്മഹത്യക്കോ മറ്റോ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത്. സ്വന്തം കുട്ടി നല്ല സ്വഭാവമുള്ള നല്ല കുട്ടിയാണ് എന്ന രീതിയിലാണ് എൻ്റെ കുട്ടി എന്ന് നോക്കുന്നത്. കാരണം അവരുടെ കുട്ടിയുടെ പരാതി വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് ചെവികൊള്ളാതെ എൻ്റെ മോൻ അല്ലെ എൻ്റെ പേരക്കുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിലാണ് എല്ലാവരും പോകുന്നത്. കാലം കുറെ ബഹുദൂരമെത്തി. പല അപ്ഡേഷനുകൾ വന്നാലും ഇത്രയും മോശപ്പെട്ട രീതിയിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അവരുടെ സുഹൃത്തുക്കളായിരിക്കും. ചിലപ്പോൾ അവരോട് പറയും, നീ ഇതൊന്ന് ഉപയോഗിച്ചു നോക്കൂ, നിനക്കിത് ഉപയോഗിക്കാൻ ധൈര്യമില്ലേ, അല്ലെങ്കിൽ നിനക്ക് പേടിയാണോ, നീ ഇത്രയും വലുപ്പമായിട്ട് നിനക്കിത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലേ എന്ന് വരുത്തി അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ അവർ നോ എന്ന് പറയുന്നില്ലെങ്കിൽ, ഇങ്ങനെ പറയുന്നവരെ അവർക്ക് തടയാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടിയും അതിലേക്ക് വഴിമാറും. ആയതിനാൽ എല്ലാ രക്ഷിതാക്കളും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞും ഇതിലേക്ക് വഴിമാറുമെന്ന് ചിന്തിച്ച് കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുമാണ്. കാരണം പല കുട്ടികളും പെട്ടെന്ന് സൈലന്റ് ആയി പോവുകയാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന എൻ്റെ കുട്ടി ഇതിൽ പെടുന്നുണ്ടോ, അവരെ വരുന്നതും പോകുന്നതും എല്ലാം അന്വേഷിച്ച് അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചും എല്ലാം അവർ വിശദീകരിച്ച് ആരോപ്പമാണ് അവൻ നടക്കുന്നത്, അവൻ എവിടേക്ക് പോകുന്നതുണ്ട് എന്ന് മനസ്സിലാക്കി ഉണർന്ന് പ്രയത്നിച്ചാൽ മാത്രമേ സ്വന്തം കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നിന്നും നമ്മുടെ സമൂഹത്തിൽ അയൽവാസിയോ മറ്റു ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ അറിയിച്ച് നമ്മൾ പിന്മാറാൻ ശ്രമിക്കേണ്ടതാണ്.